ഗുഡ് മോർണിംഗ്. രാവിലെ ഉച്ചയൊക്കെ അടഞ്ഞിരിക്കുക കേട്ടോ. നല്ല മഴയും തണുപ്പുള്ളൊരു പ്രഭാതമാണിന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലേക്ക് എഴുന്നേറ്റിട്ട് ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞ് എണീറ്റ് വന്നത്. അവന് ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ രാവിലെ അതിൻ്റെയൊക്കെ ചെറിയൊരു നിർബന്ധവും വഴക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ ഞാനൊന്ന് ഉറക്കിയിട്ട് രാവിലെ കുറച്ചധികം പരിപാടികളുണ്ട്. കാരണം അമ്മയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ കുറച്ച് പരിപാടിയുണ്ട്, അതൊക്കെ ഒന്ന് തീർക്കണം. അപ്പം അതിനായിട്ട് കുഞ്ഞിനെ ഉറക്കിയാലേ പറ്റുള്ളൂ. ആകെ നിർബന്ധമായിട്ടിരിക്കുക. രാവിലെ കരഞ്ഞിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. അമ്മയൊക്കെ പോയതിന് കരഞ്ഞിട്ടിരിക്കുക. അപ്പം ഞാൻ അവൻ്റെ നിർബന്ധം ഒന്ന് മാറ്റാൻ ഇങ്ങനെ വെളിയിലൊക്കെ കൊണ്ടു നടന്നേ കേട്ടോ. സങ്കടം പറയുക. അപ്പം എന്തായാലും ആദ്യം ഇവനെ മറക്കട്ടെ. മൂടിപ്പതിച്ച് ഉറങ്ങാനായിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആണ് രാവിലെ. ഇപ്പോൾ തണുപ്പൊക്കെ ആയിട്ട് മഴയൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ട് ഇങ്ങനെ വെളിയിലൂടെ ഒക്കെ നടക്കാനായിട്ട്. കരഞ്ഞിട്ടൊക്കെ ഇരിക്കുക, കണ്ണീരൊക്കെ വന്നിരിക്കുന്നുണ്ടോ. ഉറക്കാൻ പോയിട്ട് ഇവൻ ഉറങ്ങില്ല ഗൈസ്. എന്ത് ചെയ്യാനാ, ഇനിയിപ്പോ ഉറങ്ങാതെ അതാ നമ്മൾ ഉറക്കാന്ന് വിചാരിക്കുന്ന സമയത്ത് അവർ ഉറങ്ങത്തില്ല. എന്തായാലും ഇനിയിപ്പോ ഒന്നും സംഭവിക്കാനില്ല. ചേറി കൊണ്ടിരുത്താം. കണ്ടില്ലേ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂടൊക്കെ മാറി, ഇപ്പൊ ഹാപ്പി മൂഡായി. പിന്നെ അശാൻ ഉറങ്ങുന്നില്ല, കളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ കിടന്നാൽ ശരിയാവത്തില്ല, എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. ഇപ്പം 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ നമ്മുടെ ജോലിയിലേക്ക് പോവാം. അവനെ കൊണ്ട് ഇരുത്തിട്ട് കേട്ടോ. മീനിന്റെ സൗണ്ട് കേട്ടിട്ടാ ഇവനിങ്ങനെ ഊന്നൊക്കെ ആക്കുന്നത്. മീന് പാലയൊക്കെ മേടിക്കാൻ പോകുമ്പോ അതിന്റെയൊക്കെ സൗണ്ട് വരുമ്പോ ഭയങ്കര ഇതാ. അവരത് ഇറങ്ങി കാണാനുള്ളത് എന്താ എന്നിട്ടങ്ങ് എന്താ മീനാ മീൻ എന്താ അവന് തീരെ ഇഷ്ടമല്ല അവനെ അവന്റെ ചെയറിലിരുത്തുന്നത്. അവന് നമ്മള് ബെൽറ്റ് ഒക്കെ ഇട്ട് വെക്കുമ്പോ അവന് ഭയങ്കര ബുദ്ധിമുട്ടാ. ഹലോ, ഹായ് പറ. ഉറക്കെ എണീറ്റ് വന്നിരിക്കുക. ക്ലാസ് ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് രാവിലെ ദോശയാട്ടോ. ദോശക്ക് മാവൊക്കെ ഒന്ന് ഉപ്പും ഒക്കെ ആക്കി വെക്കണം. ഇതൊന്ന് ഉപ്പും കട്ടി വെച്ചിട്ട് പരിപാടി ഇറക്കണം. പോയി പല്ല് തേക്കച്ചു. പല്ല് തേക്ക്. എണീറ്റ് വന്ന വരവിൽ അവക്ക് ഞാൻ ക്യാമറ എടുത്ത് കൈ കൊടുത്തതാ. പോയി പല്ല് വെച്ചിട്ട് വാ, ചായ ഇട്ട് തരാം. എന്തുവാ പ്രശ്നം, എന്തുവാ വേടാ? മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഡലിക്ക് അരച്ച മാവാ. അപ്പം ഇഡലിക്ക് ദോശയാകുമ്പോ അത്രയും കട്ടി വേണ്ടല്ലോ മാവിന്. കുറച്ച് വെള്ളമൊക്കെ ചേർത്തൊന്ന് ആക്കി എടുക്കാന്ന് വെച്ചാ. അപ്പൊ കുഞ്ഞ് രാവിലെ നല്ല നിർബന്ധമൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനുള്ള ചായയൊക്കെ ഞാൻ അടുപ്പിലേക്ക് വെച്ചു. അച്ചു എണീറ്റ് വന്ന പാടെ ഞാൻ അവളുടെ ഒരു ക്യാമറ എടുത്ത് കൊടുത്തു കേട്ടോ, എനിക്ക് വീഡിയോ എടുത്ത് തരാനായിട്ട്. അമ്മയൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയുടെയൊക്കെ കൂടെ ചായ ഇട്ട് കുടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ അച്ചുവിന് മാത്രമായിട്ടേ ചായ ഇട്ടുള്ളൂ. പിന്നെ ആർച്ച എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അച്ചു ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൾ കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അച്ചുവിന് കൊട്ടാരക്കരയിൽ വെച്ചിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് വന്നത് അവളും അച്ചു ആർച്ചയും കൂടെ ഒരുമിച്ച് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചായിരുന്നു. പിന്നെ അവനൊരു തരത്തിൽ ആ ചെയറിലിരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവനെ എടുത്തിട്ട് കുറച്ച് നേരം വെള്ളമൊക്കെ കൊടുത്ത് ഒന്നും അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ദോശയ്ക്കുള്ള കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്.
പിന്നെ കാപ്പിയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കിയിട്ട് ആദ്യം ഞാൻ കണ്ണാപ്പിക്കും കൊടുത്തു. കണ്ണന് അവൻ കഴിച്ചിട്ട് അവന് കഴിക്കാൻ കുറേ സമയം വേണം. അപ്പോൾ അവനിങ്ങനെ ഇരുന്ന് അവനെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവൻ കഴിക്കില്ല, പതുക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ കുഞ്ഞിനും കൊടുത്തു, അതിനൊപ്പം തന്നെ ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ അവളുമാർക്കും അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു, അവൻ തിളപ്പിച്ച് വെച്ചു. പിന്നെ എൻ്റെ ജോലിയുടെ സമയത്ത് അവർ അവനെയും കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ വലിയ ബട്ടർഫ്ലൈ പിടിക്കുന്നുണ്ടായി. പക്ഷെ ബട്ടർഫ്ലൈ മുടിഞ്ഞ കൈപ്പായിന്, അതുകൊണ്ട് എനിക്ക് തുപ്പുന്നത് ഇവിടെ തൊട്ട് അവിടെ വരെ ഒരു പൂച്ചയുടെ കഴുത്തിൽ കേൾക്കുന്നത്. പൂച്ച അതുകൊണ്ടാണ് വീണ്ടും വിട്ടത്. മാങ്ങ, ഇതാണോ മാങ്ങ? മാങ്ങയാണോ? അങ്ങനെ ആ സമയം കൊണ്ട് പിന്നെ ഞാൻ കുറച്ച് അരിയൊക്കെ അടുപ്പിലിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ചോറ് തലേ ദിവസം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തിളപ്പിച്ചൂറ്റി വെച്ചു. അങ്ങനെ ചോറും അമരയ്ക്കാത്തോരനും ഒട്ട വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമരയ്ക്കാത്തോരനൊക്കെ ആയി. അത് പിന്നെ ആരും ഇല്ലല്ലോ, ചേട്ടനും അമ്മയൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങളല്ലേ ഉള്ളതുകൊണ്ട് അധികം വലുതായിട്ട് വലിയ കറികളൊന്നും വെച്ചില്ല, ക്ലീനിങ് ആയിരുന്നു കൂടുതലും. അപ്പോൾ അങ്ങനെ അമരയ്ക്കാത്തോരനും പിന്നെ മീൻകറിയും ചോറും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് വലിയ പണിയിലേക്ക് കിടന്നത്. ഈ തൂത്ത് തുടയ്ക്കുക എന്നുള്ളത് ഒരുപാട് പണിയാണ്. അങ്ങനെ പിന്നെ അടയ്ക്കയും വൃത്തിയായിട്ട് തൂത്ത് തുടച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും പണികളൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. ഇപ്പോൾ കുളിച്ചിട്ടും കൂടെ വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴത്തേക്ക് താമസിക്കുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ കലങ്കയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു. അപ്പോൾ ആദ്യക്കുട്ടൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ പിന്നെ അവനെ ഉറങ്ങിയൊക്കെ എണീക്കുമ്പം ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇടയ്ക്ക് വൃത്തിയാക്കിയിട്ടായിരുന്നു കേട്ടോ, അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്, അതൊക്കെ കഴുകിയിട്ടു. വൈകിട്ട് പിന്നെ അനിയത്തിമാർ പോയപ്പോൾ അവളുമാരുടെ കൂടെ ഞാനും കൂടെ അമ്മയുടെ വീട്ടിലേക്ക് പോയായിരുന്നേ. ഹലോ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞാൻ ഡേ മൈ ലൈഫ് ആണ് ഉദ്ദേശിച്ചത്. എല്ലാ കയ്യിലും കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.